നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ജപ്പാനീസ് യോഗട്ട് കേക്കാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണ് ഈ ഒരു കേക്ക് എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയുടെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എഗ് യോക്കിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിയില്ലാത്ത നല്ല കട്ട തൈരുണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും കൂടെ നന്നായിട്ട് കമ്പൈൻ ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. തൈര് 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ഗ്രാമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് അത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അഥവാ ഒരു 40 ഗ്രാമാണ് മൈദ എടുക്കുന്നത്. ഗ്രാം അളവിലാണെന്നുണ്ടെങ്കിൽ 40 ഗ്രാം കേട്ടോ. കപ്പളവിലാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ്. അത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഉണ്ടല്ലോ, എഗ് വൈറ്റിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അതിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പതഞ്ഞു വരുമല്ലോ, ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര 80 ഗ്രാമാണ് വേണ്ടത് കേട്ടോ. ഗ്രാം അളവിലാണെന്നുണ്ടെങ്കിൽ കപ്പളവിലാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാട്ടോ വേണ്ടത്. അത് കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് പീക്കാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ബീറ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെ ബീറ്റായി വരുന്ന സമയത്ത് നമ്മൾ എഗ് വൈറ്റ് എടുത്ത ബൗളിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടൂല. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഈ എഗ് യോക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. രണ്ടും നന്നായിട്ട് തന്നെ കമ്പൈനായിട്ട് വരണം, നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ മിക്സ് ആയിട്ട് വരും. സാവധാനം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിലായിട്ട് നമുക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടത് ആ ഒരു മിക്സ് ഈ ഒരു എഗ് വൈറ്റിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് മെല്ലെ അങ്ങ് സ്പാച്ചുല വിസ്ക് വെച്ചിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് കുത്തിളക്കരുത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഒരുപാട് അങ്ങ് ലൂസായിപ്പോവും. ഇതുപോലെ സാവധാനം എല്ലാം എന്നാൽ നന്നായിട്ട് മിക്സ് ആവുകയും വേണം. ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കുത്തി ഇളക്കുന്ന സമയത്ത് ഇത് ലൂസായി പോയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്ലഫി കേക്ക് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ അതാ ഈ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കൊരു 7 ഇഞ്ചിൻ്റെ മോൾഡ് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേറെ ഇത് കൊള്ളിക്കാൻ പാകത്തിലുള്ള ഒരു ട്രേ എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം ഇതിന് ചുറ്റും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത്. ഓവൺ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കേക്ക് ഇറക്കി വെക്കൂല വലിയൊരു പാത്രത്തിലേക്ക്. അതുപോലെ ഈ ഒരു വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ ഇത് മോൾഡ് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അങ്ങനെയും ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ട് പ്രീ ഹീറ്റാക്കി എടുത്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ടുണ്ട്. 170 ഡിഗ്രി സെൽഷ്യസിൽ 60 മിനിറ്റ് ആട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടൈം. ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. 60 മിനിറ്റ് ആകുമ്പോൾ മുകളിലൊക്കെ ഇതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരും. എന്നിട്ട് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ സൈഡൊക്കെ ഇതുപോലെ അങ്ങ് വിട്ടു പോരും കേട്ടോ. എന്നിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. തണുത്ത ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് എടുക്കണം കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്കിന്. നമ്മൾ ചീസ് കേക്കൊക്കെ കഴിക്കുന്ന പോലത്തേക്ക് ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും സോഫ്റ്റാണ് കേട്ടോ ഇത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതിങ്ങനെ തൊടുമ്പോഴേക്ക് അങ്ങ് അലിഞ്ഞു പോകുന്ന ടൈപ്പ്, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്